ഇന്നും അതൊരു ഭയമുള്ളവരുണ്ട്. മരിച്ചാൽ പിന്നെ ആരാണ് അവിടെ ഉള്ളത്? സുമതി പ്രണയവഞ്ചനയുടെ രക്തസാക്ഷി, ഒരു നാടിൻ്റെ ഭ്രമകൽപ്പനയായി വളർന്ന യക്ഷിക്കഥ. ഇതാണ് ഭീതി പടർത്തുന്ന സുമതിയെ കൊന്ന വളവ്. 1953 ജനുവരി 27. അന്നാണ് തിരുവനന്തപുരം പാങ്ങോടിന് സമീപമുള്ള മൈലമൂട് ഗ്രാമത്തെ ഭീതിയുടെ ഉൾക്കയം നിറഞ്ഞ ഭാവിയിലേക്ക് തള്ളിവിട്ട ആ കൊലപാതകം. സുമതി എന്ന ഗ്രാമീണ യുവതി, അവളുടെ സമ്പന്നനായ കാമുകൻ രത്നാകരൻ, വീട്ടുജോലിക്കാരി സുമതി ഗർഭിണിയായി. സുമതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രത്നാകരൻ കണ്ടെത്തിയ മാർഗമായിരുന്നു കൊലപാതകം. കൂട്ടുകാരൻ രവീന്ദ്രന്റെ സഹായത്തോടെ ആ കൊടുംപാതകം ആസൂത്രണം ചെയ്തു. ക്ഷേത്രത്തിൽ ഉത്സവം കാണാനെന്ന് പറഞ്ഞ് ഇരുവരും സുമതിയെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. രത്നാകരനും രവീന്ദ്രനും കൂടി സുമതിയുടെ കഴുത്തറത്തു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും പാതി ജീവനിൽ പിടയുന്ന സുമതിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ആദ്യം കാണുന്നത് എൻ്റെ അച്ഛനും മാമനുമാണ്. ഇവർ തലേദിവസം ഓടിക്കുന്ന പന്നി വെടിവെച്ച് അന്ന് കണ്ടില്ല. പിറ്റേന്ന് ഇവർ ഞാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. വെടിവെച്ച് പന്നി നോക്കി കിടന്നപ്പോഴാണ് ഒരു പെണ്ണുമ്പിള്ള ജഡം കിടക്കുന്നത്. കാമുകൻ രത്നാകരനും കൂട്ടുകാരൻ രവീന്ദ്രനും പിടിക്കപ്പെട്ടു. സുമതിക്ക് പക്ഷേ മരണമുണ്ടായില്ല. മൈലമൂടിലെ ഈ കൊടുംവളവിൽ അവൾ ഭീതിയുടെ കഥയായി വളർന്നു. സുമതിയെ കൊന്ന വളവായി പീഡിപ്പിച്ചു. നേർസാക്ഷ്യം പറഞ്ഞ കഥകളൊക്കെയും കെട്ടുകഥകളായിരുന്നു. സുമതിയുടെ പേര് മുതലെടുത്ത പിടിച്ചുപറിക്കാരായിരുന്നു ഭീതിയുടെ വ്യാപാരികളായി മാറിയത്. ഈ കൊടുംവളവിന്റെ പ്രത്യേകത കൊണ്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത്.